ഹായ് ഗൈസ്, ചിക്കൻ കാൽക്കറി വെക്കുന്ന ആ ഒരു വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഇവിടെ ഇഷ്ടമുള്ള രണ്ടുപേർക്ക് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം കേട്ടോ. അവരവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമ്മളിത് വെന്തോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. ഇതുപോലെ തന്നെ കുമ്മായം മിക്സ് ചെയ്ത മണ്ണാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മണ്ണിൻ്റെ ഒരു pH വാല്യൂം ബാക്കിയെല്ലാം ഒന്ന് സെറ്റാകും. മണ്ണിലെ മൂലകങ്ങളൊക്കെ സെറ്റായി വരും ഗൈസ്. അപ്പോൾ ഇതാണ്ട് നമുക്ക് തക്കാളിയും പച്ചമുളകും എല്ലാം ഉണ്ട്. പിന്നെ ഇത് ചാണകം കലക്കി വെച്ചിട്ടുണ്ട്, അതല്ല കുടിക്കുന്ന കേട്ടോ. അപ്പോൾ അച്ചയുടെ ഒരു ഫ്രഷ് ലൈം എനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുവാണ് കേട്ടോ. അതാണ് നമ്മൾ കുടിക്കുന്നത്. നാച്ചുറൽ ഫ്രഷ് ലൈമാണ് കേട്ടോ, അധികം മധുരം ഒന്നും ചേർക്കാത്തത്. അപ്പോൾ ഇതുപോലെ ചാണകപ്പൊടി, മണ്ണ്, കരിയില എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിൽ മിക്സ് ചെയ്ത് നടുന്നത് കേട്ടോ. ഗ്രോ ബാഗിൽ നടുമ്പോഴത്തേക്കും അതിൻ്റെതായ കുറച്ച് ഗുണങ്ങളുണ്ട്. ഈ വളങ്ങളെല്ലാം ഇതിന് കിട്ടും, വേറെ കളയുന്ന നാശമൊന്നും വരുമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കുവാണ്. ഒരു 2-3 വർഷം പഴക്കമുള്ള ഗ്രോ ബാഗുകളെല്ലാം തന്നെ നമ്മൾ കളഞ്ഞിട്ട് സിമെൻറ്റ് ജാഗും ഗ്രോ ബാഗൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് വെക്കുക കേട്ടോ. ഇതിനകത്ത് കുറച്ച് പയറൊക്കെ നടാനുണ്ട്, അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളൊരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കാൽക്കറി കഴിക്കണ്ടേ, അതിൻ്റെ മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പൊടിയൊക്കെ അടിക്കാതിരിക്കാൻ മുഖത്ത് ഇങ്ങനെ ഇതൊക്കെ വെച്ച് കെട്ടി അവിടെ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വെയിൽ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ എല്ലാ ഗ്രോ ബാഗിലും പകുതിയിലധികം കരിയില നിറച്ചിട്ട് ഇതുപോലെ മണ്ണെല്ലാം നിറച്ചെടുക്കുക കേട്ടോ. കുറേ നാളുകളായി ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു മടി ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മടിയൊക്കെ പോയി കേട്ടോ. കാരണം എല്ലാ പച്ചക്കറികളും നമുക്കിപ്പോൾ വീട്ടിൽ വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ നമ്മളതെല്ലാം നട്ട് സെറ്റാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഒരു ചെറിയ തൂമ്പ എടുത്ത സൈഡ് വഴി നിലത്ത് നടാൻ പറ്റുന്നതെല്ലാം നിലത്ത് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ തക്കാളിയും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിക്കാൽക്കറി സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവർ നമ്മളെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ വേണ്ടിയുണ്ട്. സ്പീഡിൽ നമുക്ക് പണി തീർക്കാം. അങ്ങനെ തൂമ്പ ഒടിഞ്ഞു പോയി ഗൈസ്. അങ്ങനെ അവിടുത്തെ ആ പണി സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് തൈയൊക്കെ പറിച്ചെടുക്കുന്ന ആദ്യം കണ്ടില്ലായിരുന്നു. അപ്പോൾ തക്കാളിയുടെ തൈ എല്ലാം മാറി മാറി പറിച്ചെടുത്തു. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു തക്കാളി ഇതുപോലെ വെറുതെ കൊണ്ട് പീച്ചി ഇട്ടതാണ്. അപ്പോൾ എന്നാൽ ഏതായാലും നമുക്ക് ആ കറിയങ്ങ് എടുത്താലോ. അങ്ങനെ ഒരു പന്ന പ്ലേറ്റ് എടുത്തു. നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ. ഇത് 2 പേരുണ്ട് ഇവിടെ, അവർക്കിത് വലിയ കാര്യമാണ്. കുറേ നാളായി ഇത് കൊടുത്തോണ്ടിരുന്നതാണ്. പിന്നെ അവന് വെയിറ്റ് വെക്കുന്നതുകൊണ്ട് നമ്മളത് നിർത്തി വെച്ചേക്കുമായിരുന്നു കേട്ടോ. സ്റ്റീഗിയമ്മയ്ക്കും ലിയോക്കുട്ടനുമാണ് ഇത് ഭയങ്കര ഇഷ്ടം. ചോറിനകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെന്തപ്പം ഒന്ന് ചെറുതായിട്ട് കുറേ നാളുകളായി കൊടുത്തിട്ട് മണം പിടിക്കുമോ. 2 പേരും സ്നിഫർ ഡോഗുകളാണല്ലോ. മണം പിടിച്ചു, മണം കിട്ടി. ഒരു രക്ഷയില്ല. സ്റ്റീഗിയമ്മയാണെ പയ്യൊക്കെ കഴിക്കുള്ളൂ. അവനാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. അവനാണെങ്കിൽ ഒരു കല്ലിൽ ശകലം ഇറച്ചി തേച്ചിട്ട് കല്ല് കൊടുത്താലും തിന്നും. അതുപോലെ അവന് കൊതിയാണ് കേട്ടോ. ഫുഡ് വെയിറ്റ് കൂടുന്നതുകൊണ്ട് അവന് ഫുഡ് കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കൊതി. എന്നാ വേണേലും കഴിച്ചോളും കേട്ടോ. കള്ളക്കുട്ടനാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ചിക്കൻ കാൽക്കറി കഴിച്ചു കഴിഞ്ഞു ഗൈസ്. അങ്ങനെ പിന്നെ തൂമ്പ ഇതുപോലെ വെച്ചിട്ടെല്ലാം അവിടെ എല്ലാം നട്ട് വെച്ച് ഒടിഞ്ഞ് തൂമ്പ കേട്ടോ. അപ്പം നമ്മൾ ഈ ഇറച്ചിയുടെ വെള്ളം ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കുവാണ്. നല്ലതാണ് ചെടികൾക്കൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ കുറ്റിപ്പയർ ഇതിനകത്തെല്ലാം നട്ട് വെച്ചു ഞാൻ വൈകിട്ടായപ്പോഴത്തേക്കും. കുറ്റി ബീൻസ് ആട്ടോ നട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെ ഒരുത്തെ പറമ്പ് ഒരു വിധമായി. അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ കിടന്നിരുന്ന പറമ്പാട്ടോ. അത് ഫുള്ള് നിരപ്പാക്കി നശിപ്പിച്ച് ഗൈസ്. അതായത് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരണ്ടേ. ഇവിടെ എന്തോ ബിൽഡിങ് വരാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. നമ്മുടെ വീടിൻ്റെ താഴെ പക്ഷെ നല്ല തണുപ്പുള്ള ഏരിയ ആയിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ആയി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊന്ന് കയറി കാണുക. അതിനകത്ത് ഞാനിതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടിക്കൊക്കെ കൊടുക്കാൻ നല്ലത് ചിക്കൻ കാല് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കടയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് വാങ്ങിച്ച് ഇതുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഭൂമിയുടെ ഘടന മാറുന്നതൊക്കെ നോക്കി സങ്കടത്തോടെ നിൽക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു തണുപ്പും കാറ്റും ആ ഏലക്കാടിൻ്റെ ഭംഗിയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷം. സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.